4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അടിച്ചതിന് 62ാം വയസ്സിൽ തിരിച്ചടിച്ചു. കളി മലയാളിയോടാ. കാസർഗോഡ് വെള്ളരിക്കുണ്ടിലാണ് ഈ സംഭവം. മാലും സ്വദേശി VJ ബാബുവിനാണ് ഇപ്പോൾ അടി കിട്ടിയത്. 1ാം പ്രതിയായ ബാലകൃഷ്ണനെ അദ്ദേഹം 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ബാബു അടിച്ചിരുന്നു. അത് ആരോപിച്ചാണ് തിരിച്ചടിച്ചത് 62ാമത്തെ വയസ്സിൽ. ഈ സംഭവം ഉണ്ടാകുന്നത് തിങ്കളാഴ്ചയാണ്. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1 മണിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. മാലോം ടൗണിൽ ജനതരംഗ് ഹോട്ടലില് മുൻവശത്ത് വെച്ച അതായത് ബാബു വിജയെ പ്രതിയായ ബാലകൃഷ്ണനും മാത്യു വലിയ പ്ലാക്കിലും തമ്മിൽ ചേർന്ന് മർദ്ദിച്ചു എന്നാണ് പറയുന്നത്. ഇതിൽ ബാബുവും ബാലകൃഷ്ണനും ഒരുമിച്ച് പഠിച്ചവരാണ്. 4ാം ക്ലാസ് വരെ ഒരുമിച്ച് പഠിച്ചവരാണ്. 4ാം ക്ലാസ്സിൽ വെച്ച് ബാബു ബാലകൃഷ്ണനെ അടിച്ചു എന്നാരോപിച്ചാണ് ഇപ്പോൾ തിരിച്ചടിച്ചിരിക്കുന്നത്. അത് ബാലകൃഷ്ണനും മാത്യുവും ചേർന്നാണ് തിരിച്ചടിച്ചത്. എന്തായാലും ഈ ഒരു അടിയും തിരിച്ചടിയും ഒക്കെ മദ്യലഹരിയിലായിരുന്നു എന്നാണ് പറയുന്നത്. 1-ാം തീയതി 2-ാം തീയതി ഈ സംഭവം ഉണ്ടാവുന്നു. 1-ാം തീയതി വൈകിട്ട് ഇവർ മദ്യപിച്ച ശേഷം പരസ്പരം വാക്കുതർക്കമുണ്ടാവുന്നു. ബാലകൃഷ്ണനും ബാബുവും തമ്മിൽ വാക്കുതർക്കമുണ്ടാവുന്നു. ആ സമയത്ത് ബാലകൃഷ്ണൻ ബാബുവിനോട് നീ എന്നെ 4ാം ക്ലാസ്സിൽ വെച്ച് അടിച്ചത് എന്തിനാണെന്നൊക്കെ ഒരു ചോദ്യം ചോദിക്കുന്നു. അങ്ങനെ ഇരുവരും തമ്മിൽ വാക്കുതർക്കമുണ്ടായി വീട്ടിലേക്ക് പോയി. പിറ്റേ ദിവസം ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി വീണ്ടും മാലോം ടൗണിലെത്തുകയും ഈ ജനതരംഗ് ഹോട്ടലിലെ മുൻവശത്ത് വെച്ച് കല്ലുകൊണ്ട് കവിളിലും പുറത്തുമൊക്കെ അടിച്ചു എന്നാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്. 3-ാം തീയതിയാണ് പോലീസ് പോലും ഈ സംഭവം അറിയുന്നത്. ഈ ബാബുവിനെ പരിക്കേറ്റ ബാബു പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോയി അവിടെ ചികിത്സ തേടി തിരിച്ചു വന്നു. ബാബുവിൻ്റെ ഒരു പല്ലും നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. പക്ഷേ പോലീസ് ആ വകുപ്പ് ഈ കേസിൽ ചേർത്തിട്ടില്ല. നിലവിൽ ജാമ്യം ലഭിക്കാവുന്ന ഒരു കുറ്റമാണ് ഇതിൽ ചുമത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് 62 വയസ്സാണ്. അപ്പോൾ ഈ പല്ല് പോയത് വയസ്സായത് മൂലമാണോ അതോ അടികൊണ്ടാണോ എന്ന കാര്യത്തിലൊരു പോലീസിനൊരു ക്ലാരിഫിക്കേഷൻ വേണം. ചികിത്സിച്ച ഡോക്ടറുടെ മൊഴിയെടുത്ത ശേഷമായിരിക്കും അതിൽ ഒരു വകുപ്പ് ചേർക്കുക എന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും പ്രതികളെ ഇതുവരെ പിടികൂടാൻ പോലീസിന് സാധിച്ചില്ല. പ്രതികൾ എവിടെയാണെന്നൊക്കെ ഒരു കാര്യം പോലീസിന് മനസ്സിലായിട്ടില്ല എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. പ്രതികൾക്ക് വേണ്ടിയുള്ള ഒരു അന്വേഷണം തുടരുകയാണ്. ഈ പരിക്കേറ്റ ബാബു ഇപ്പോൾ ചികിത്സ കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടുണ്ട്. SK